ഹായ് സുഖല്ലേ. ഇന്ന് നമുക്കൊരു പഴയകാല ബ്രാഹ്മിൻ ഡിഷാണ് ഒറ്റപ്പുളി. ഇതിന് പല പേരുണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇത് വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾ ഏത് പേരിലാണ് ഉണ്ടാക്കുകയെന്നൊന്ന് പറയണം കേട്ടോ, കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ എന്താ ഇതിന് പറയുന്ന പേര് എന്ന് പറയില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം ചേന വേണം. അത് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതതുപോലെ ചെറിയ സ്ക്വയറായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് ഇനി ആവശ്യത്തിന് വേവാനുള്ള വെള്ളം ഒഴിക്കണം. ഇനി അതിലേക്ക് ഒരു അര സ്പൂൺ കായപ്പൊടിയും പിന്നെ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും അത് രണ്ടും കൂടെ നമുക്ക് ചേർത്തി കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വേവാനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വേവിക്കാൻ വേണ്ടി വെക്കാട്ടുള്ളൂ. അപ്പോൾ ഈ കറിക്ക് പുളിരസം കൊടുക്കുന്നത് എന്താണെന്നറിയോ, അതൊരു സൂത്രമാണ് കേട്ടോ. അത് നമുക്ക് വീഡിയോയിൽ കാണിച്ചു തരാട്ടുള്ളൂ. അപ്പോൾ ഒരു 4 കറിവേപ്പില കൂടി ഇട്ടിട്ട് നമ്മുടെ ചേന വേവിക്കാൻ വെച്ചു. ഇനി കുറച്ച് തോരപ്പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്, ഒരു പിടി കേട്ടോ തോരപ്പരിപ്പ് വേവിച്ച് ആദ്യമേ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് കുരുമുളക് വേണം. അപ്പോൾ പച്ചമുളക് ഇതുപോലെ നല്ലോണം എരിവിനനുസരിച്ചിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തോളൂ. നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ഇടില്ല അതിൽ, കുരുമുളക് ഇടണം, അതിൻ്റെ ഒരു മണം കൂടി വേണം കേട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് അത് വേവട്ടെ. പച്ചമുളകും നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നോക്കൂ, ഇഞ്ചിയും കുരുമുളകും കൂടി ചതച്ചെടുക്കാം. അങ്ങനെ വേണമെങ്കിൽ ഇടാം, കുരുമുളക് പൊടി ഇടാം, പക്ഷേ ഇതുപോലെ ചതച്ചിട്ടിട്ടുള്ളൂ കേട്ടുള്ളൂ. നല്ല മണമാണ്. അപ്പോൾ നമുക്ക് തോന്നും ഇത് മുളകൂശിയാണോ ഇനിയിപ്പോൾ കാളനാണോ എന്നൊക്കെ സംശയം തോന്നും. ഇതെല്ലാം കൂടി ചേർന്നൊരു ടേസ്റ്റുമാണ്, സൂപ്പർ ടേസ്റ്റാണ് കേട്ടുള്ളൂ. അപ്പോൾ നമ്മളതൊക്കെ ചതച്ച് വെച്ചു, മുളകും എരിഞ്ഞ് വെച്ചു. ഇനി നമുക്ക് ഇത്തിരി തേങ്ങ ചിരവിയത് വേണം. അപ്പോൾ ഇത് കൊത്തിയിട്ടിട്ട് നമ്മുടെ സാധാരണ തേങ്ങ പുളി ഇട്ടിട്ട് ഞാൻ എളുപ്പപ്പണി ചെയ്യാറുണ്ട്. ഇതിനത് പറ്റില്ല. അപ്പോൾ നമ്മൾ ചേർത്തുന്ന പുളി എന്താണെന്നറിയോ, നാരങ്ങയാണ് കേട്ടുള്ളൂ. അപ്പോൾ ഞാൻ എടുക്കുന്ന അളവിലേക്ക് ഈ ഒരു അര നാരങ്ങയുടെ നീര് നമുക്ക് ആവശ്യം വരും. ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മളിത് ചേർത്തുന്നത് ഡിഫറൻസ് വരും കേട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ കഷ്ണവും ഇതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, നമ്മുടെ ചേന നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടുള്ളൂ. ഇനി നമുക്കതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന തോരപ്പരിപ്പ് വേണമെങ്കിൽ ചെറുപയർ ചേർത്താം, വേണമെങ്കിൽ ചെറുപയർ പരിപ്പും ചേർത്താം. ഞാനിപ്പോൾ തോരപ്പരിപ്പാണ് കേട്ടുള്ളൂ ചേർത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്ത് തരണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് വേണം എനിക്ക് മുൻപിലേക്ക് പോകാൻ. സപ്പോർട്ട് ചെയ്യില്ലേ എന്നെ. അപ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് പിന്നെ പച്ചമുളക് അരിഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ വട്ടത്തിൽ തന്നെ അരിയണം. ആ പച്ചമുളകിൻ്റെ മണം നമുക്ക് നന്നായിട്ട് കിട്ടണം. അപ്പോൾ നല്ലോണം പച്ചമുളക് ഇട്ടോളൂ കേട്ടോ, എരിവിനനുസരിച്ചിട്ട്. ഇനിയിപ്പോൾ ഞാൻ അതും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായി തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി മിക്സായിട്ട് വരട്ടെ കേട്ടുള്ളൂ. അപ്പം നമുക്കിനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച് ഇഞ്ചിയും കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കണം. അതൊക്കെ കൂടി ഇടുമ്പോൾ ഒരു മണമുണ്ടല്ലോ, ഇതൊരു രസമാണെന്നറിയോ, നല്ല സൂപ്പറാണ്. ഇന്നാണെങ്കിൽ നല്ല ദിവസമാണ്, മഴയില്ല, വെയിലില്ല, കിളികളൊക്കെ നല്ല സുഖമായിട്ട് മരത്തിലിരുന്നൊരു തത്തമ്മയുടെ സൗണ്ട് കേട്ടോ നിങ്ങൾ. നമ്മളുടെ കറിയും ഇതാ നന്നായി തിളച്ച് കുറുകി പാകമായി വന്നിട്ട് നല്ലൊരു മണമാണല്ലോ. അപ്പോൾ നമ്മളെ ചെരുവി വെച്ച തേങ്ങല്ലേ, അത് നമ്മളിതാ ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. കൽച്ചട്ടി ആയ കാരണം അതിൻ്റെ തിളയൊന്ന് ഒതുങ്ങാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് തേങ്ങ കൂടി ചേർത്തി കൊടുക്കാം കേട്ടുള്ളൂ. അപ്പോൾ ഒരു അരമുറിയുടെ പകുതി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കിയിട്ട് അടിച്ച് വെക്കാം. ഇനി നമുക്കിതിലേക്ക് വറുത്തിടണം. വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തിടണം കേട്ടുള്ളൂ. ഇതിൽ വെളിച്ചെണ്ണയാണ്. ഇതിലേക്ക് അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മേലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷേ വറുത്തിടുമ്പോൾ അതിന് കുറച്ചുകൂടി നല്ല മണമാണ്. അപ്പോൾ വറുത്തിടാൻ വേണ്ടത് നമുക്ക് ഉഴുന്നുപരിപ്പ്, കടുക്, ഉലുവ, 2 വറ്റൽമുളക്, ഒരു 4 ഇല കറിവേപ്പില. നമ്മൾ സാധാരണ മോരുകറിക്ക് വറുത്തിടില്ലേ, ആ സാധനം തന്നെ. ഞങ്ങളിതിന് ഒറ്റപ്പുളി, ഒരു പുളി എന്നൊക്കെ പറയും. പക്ഷേ ഇതിന് വേറൊരു പേര് കൂടെ ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയുന്നവർ എന്തായാലും കമൻറ്റ് ചെയ്ത് തരണം കേട്ടോ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായി. ഞാൻ ആ സാധനങ്ങളൊക്കെ ഇട്ടത് കടുക് പൊട്ടിച്ചു. ഇനി നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കട്ടെ. ആ ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം വേണം നമുക്ക് നാരങ്ങ നീര് അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടുള്ളൂ. നാരങ്ങ നീരാണ് നമ്മുടെ അതിന് നല്ല മണവും തരും, അപ്പോൾ നല്ലൊരു ടേസ്റ്റും തരും. അപ്പോൾ നിങ്ങളിതിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ, നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ, അത് നിങ്ങൾ കഴിക്കാറുണ്ടോ, പിന്നെ അതിന് നിങ്ങളുടെ നാട്ടിൽ പറയണ പേര് അതെന്തായാലും എനിക്ക് കമൻറ്റ് ചെയ്ത് തരണം കേട്ടോ. നമുക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടുള്ളൂ. ഇപ്പോൾ എനിക്ക് കുറച്ച് വ്യൂസ് കുറവാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുൻപിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കറി നമുക്ക് ഓണസമയത്തൊക്കെ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടുള്ളൂ, ഈസിയുമാണ്. അപ്പോൾ ഓണത്തിന് ചേനയൊക്കെ ബാക്കി വരുമ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്യണം കേട്ടുള്ളൂ. അപ്പോൾ ഞാനിതിനെ ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല തൈരും ചോറും പിന്നെ ഈ കൂട്ടാനും കുറച്ച് പപ്പടം കാച്ചിയതും കൂടി ഉണ്ടെങ്കിൽ ഊണ് ഉഷാറായി. അപ്പോൾ ശരി കേട്ടോളൂ.